നമ്മുടെ അതിരപ്പള്ളി കാടുകളിൽ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു റെയിൽവേ സംവിധാനം നിലനിന്നിരുന്നു. അതിന്റെ അവശേഷിപ്പുകളാണ് നമ്മൾ ഈ കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അതിരപ്പള്ളി വാഴച്ചാൽ കാടുകളിലൂടെ ഏകദേശം ഒരു 35 കിലോമീറ്ററോളം സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാലക്കാട് ജില്ലയിലുള്ള പറമ്പിക്കുളത്ത് എത്തിച്ചേരാനായിട്ടും സാധിക്കും. അപ്പൊ യാത്രയുടെ കൂടുതൽ വിശേഷങ്ങൾ ഈ വീഡിയോയിൽ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതോടുകൂടി ഒന്ന് ഫോളോ ചെയ്തേക്കണേ. ഒരുപക്ഷെ ഇത്രയും മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങൾ നമ്മുടെ അതിരപ്പള്ളി കാടുകളിൽ ഉണ്ടെന്ന് അറിയുന്നത് തന്നെ നമ്മൾ ഈ വാഴച്ചാൽ ട്രക്കിങ്ങിലൂടെ ആയിരിക്കും. നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് വാഴച്ചാൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നാണ്. അവിടെ നിന്നും ജീപ്പിൽ പെരിങ്ങൽകുത്ത് ഡാമിൽ എത്തിയ ശേഷം തുടർന്നാണ് നമ്മുടെ ട്രക്കിംഗ് ആരംഭിക്കുന്നത്. ഈ വാഴച്ചാൽ ട്രക്കിങ്ങിൽ കണ്ട മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഉൾപ്പെടുത്തിയിട്ട് നമ്മളൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലോക ചരിത്രത്തിലെ റെയിൽവേ സാങ്കേതികതയുടെ ഒരു അത്ഭുതം തന്നെയായിരുന്നു നമ്മുടെ കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേ സംവിധാനം. തൃശ്ശൂർ ജില്ലയിലെ അതിരപ്പള്ളി കാടുകളെയും പാലക്കാട് ജില്ലയിലുള്ള പറമ്പിക്കുളത്തെയും ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു 1906 ആ ഒരു ട്രാംവേ സംവിധാനം നിലനിന്നിരുന്നത്. ചാലക്കുടി മുതൽ പറമ്പിക്കുളം വരെ ഏകദേശം 52 മൈലോളമായിരുന്നു ട്രാംവേയുടെ ദൂരം. അതിനുശേഷം 1963 ട്രാംവേ സംവിധാനം പൂർണ്ണമായും പൊളിച്ചു നീക്കിയത്. വാഴച്ചാൽ കാടുകളിൽ ഇക്കാണുന്ന വഴികളിലൂടെ ഏകദേശം 35 കിലോമീറ്ററോളം കാൽനടയായി സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറമ്പിക്കുളത്ത് എത്തിച്ചേരാനായിട്ട് സാധിക്കും. പൊതുജനങ്ങൾക്ക് ഇതിലൂടെ പ്രവേശനമില്ലെങ്കിലും വാഴച്ചാൽ ട്രക്കിംഗ് എടുക്കുന്നവർക്ക് ഈ ഒരു വഴിയിലൂടെ കുറച്ചു ദൂരമെങ്കിലും സഞ്ചരിക്കാനായിട്ട് സാധിക്കും. യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തിനും ഫാമിലി മെമ്പേഴ്സിനും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.